സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒരുപാട് സ്നേഹം നിറഞ്ഞവരെ, ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യൻ നേരിടേണ്ടി വരുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ് സന്തോഷമില്ലായ്മയും സമാധാനമില്ലായ്മയും. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കും. നമുക്ക് ഒന്ന് ചിന്തിക്കാം, എങ്ങനെയാണ് പിശാച് സന്തോഷമില്ലാത്തവരായി സമാധാനമില്ലാത്തവരായി നമ്മളെ മാറ്റുന്നത്? വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. അതായത് ഇത് സ്നേഹപൂർവ്വമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. പിശാച് നമ്മളോട് പറയുന്നത് പഴയ ജീവിതത്തെപ്പറ്റി ഓർത്ത് സങ്കടപ്പെടാനാണ്. അതായത് ഒരു പക്ഷേ പഴയ കാലത്തിൽ നമുക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, തിരിച്ചറിയൽ ഉണ്ടായിട്ടുണ്ടാവും, നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവണമെന്നില്ല, മറ്റുള്ളവരിൽ നിന്ന് വേദന ഉണ്ടായിട്ടുണ്ടാവാം. ഇതൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് ഒരുപക്ഷെ കുറ്റബോധത്തിലേക്ക് പോയി അങ്ങനെ ജീവിതം തള്ളി നീക്കാനുള്ള ഒരു പ്രലോഭനം പിശാചിന്റെ ഭാഗത്ത് നിന്ന് നമുക്കുണ്ടാവും. ഇത് നമ്മുടെ സമാധാനം കളയുന്ന ഒന്നാമത്തെ വഴിയാണ്. രണ്ടാമതായി പിശാച് വച്ചു നീട്ടുന്ന ഒരു പ്രലോഭനം ഇന്നത്തെ സാഹചര്യങ്ങളിൽ അസംതൃപ്തരായി ജീവിക്കുക എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അതൊരു പക്ഷേ എൻ്റെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം ഭംഗിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ പ്ലാൻ ചെയ്ത വിധത്തിൽ നടക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നിരാശപ്പെട്ട് കർത്താവിന് ഒരിക്കലും നന്ദി പറയാൻ മടി കാണിക്കും. അത് വലിയൊരു പ്രശ്നമാണ്. അത് നമ്മുടെ നിരാശയിലേക്ക് നയിക്കും. അതുകൊണ്ട് പൗലോസ്ലീഹ നമ്മുടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ഇങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കും. അതായത് എന്നെ ഇന്ന് വരെ, ഈ സെക്കൻഡ് വരെ എന്നെ ദൈവം നയിച്ചുവല്ലോ. ഒരുപക്ഷെ എൻ്റെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവണമെന്നില്ല, പക്ഷേ എൻ്റെ കർത്താവ് എന്നെ കൈപിടിച്ച് ഇന്ന് വരെയും നയിച്ചു എന്നുള്ള ആ ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ നമുക്ക് കർത്താവിന് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. നന്ദി പറയാതെ ജീവിക്കാൻ പ്രേരിപ്പിക്കുക, അങ്ങനെ നിരാശയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ വലിയൊരു പ്രലോഭനം. അത് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, വീണ്ടും നാളെക്കുറിച്ചുള്ള അമിതമായ ആകുലതയാണ് പിശാച് തരുന്ന മറ്റൊരു പ്രലോഭനം. നമ്മുടെ ജീവിതത്തെ സമാധാനമില്ലാതാക്കുന്ന മൂന്നാമത്തെ പ്രലോഭനമാണിത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ കൃത്യമായി പറയുന്നുണ്ട്, അവൻ നമ്മുടെ സമാധാനമാണ്. നാളെയെപ്പറ്റിയുള്ള ആകുലതകളും ഉത്കണ്ഠകളും ഒക്കെ ഉണ്ടാകുമ്പോൾ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമുക്ക് സമാധാനം കിട്ടുന്ന അവനിൽ മാത്രമേ, അവനിൽ ആശ്രയിച്ചാൽ മാത്രമേ ഉള്ളൂ. അവനിൽ ആശ്രയിക്കാതെ നിരാശപ്പെട്ട് ജീവിക്കുക, സമാധാനമില്ലാതെ ജീവിക്കുക, സന്തോഷമില്ലാതെ ജീവിക്കുക എന്നുള്ളതാണല്ലോ പിശാച് തരുന്ന പ്രലോഭനം. അതിന് വിരുദ്ധമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ, എൻ്റെ കർത്താവിൽ ആശ്രയിക്കുക. നാളത്തെ ദിവസം അവൻ്റെ കൈകളിൽ ഭദ്രമാണെന്നുള്ള ബോധ്യം, അവനായിരിക്കണം എൻ്റെ സമാധാനം. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ധ്യാനിച്ചത് മുഴുവനും, നമ്മൾ ഈ ചിന്തിച്ചത് മുഴുവൻ ദൈവിക പുണ്യങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റാനുള്ള പിശാചിന്റെ തട്ടിപ്പിനെ പറ്റിയാണ്. ദൈവിക പുണ്യങ്ങൾ നമുക്കറിയാം, വിശ്വാസം, പ്രത്യാശ, ഉപി. അത് ദൈവിക പുണ്യങ്ങളാണ്. കാരണം അവ ദൈവത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. കൂടുതൽ വ്യക്തമായി പറയുകയാണെങ്കിൽ ഇവ മൂന്നും, വിശ്വാസവും പ്രത്യാശയും ഉപവിയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവിക പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ദർശിക്കാൻ നമുക്ക് സാധിക്കും. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കാനാണ് പിശാച് എപ്പോഴും നമ്മൾ ലോപിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വിശ്വാസവും പ്രത്യാശയും ഉപയും ഉള്ള ഒരാൾ, അതായത് കഴിഞ്ഞു പോയ കാലത്തെപ്പറ്റി അമിതമായി നിരാശയില്ലാതിരിക്കുക, ഇന്നത്തെ കാലത്തെപ്പറ്റി ദൈവത്തിന് നന്ദി പറയുക, നാളെ എന്ത് സംഭവിച്ചാലും അതെൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഭദ്രമാണെന്ന് വിശ്വസിച്ച് അവനിൽ സമാധാനം കണ്ടെത്തുക. യെശയ്യാ പ്രവചന പുസ്തകത്തിൽ 40-ാം അധ്യായം 31-ാം വാക്യം ഇങ്ങനെയാണ്, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവട്ടെ. എത്ര പ്രശ്നങ്ങളുടെ ജീവിതത്തിലുണ്ടായാലും, ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അത്ര ഭംഗിയല്ലെങ്കിൽ പോലും, നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഉത്കണ്ഠയുണ്ടെങ്കിലും, നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ലെങ്കിലും കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. അങ്ങനെ ആശ്രയിച്ചാൽ നമ്മൾ വീണ്ടും ശക്തി പ്രാപിക്കും. അങ്ങനെ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സമാധാനവും സന്തോഷവും നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന ദൈവമക്കളാക്കുവാൻ പറ്റും. അങ്ങനെ പിശാചിന്റെ തല ഇറക്കാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടിയുള്ള കൃപ നമുക്ക് യാചിക്കാം. കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എപ്പോഴും നമ്മളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.